ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിതം ഒരു കളിയല്ല മോനെ. നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്. നീ മര്യാദ ഉള്ളവനാണെങ്കിലേ അവളെ സ്നേഹിക്കണം. എന്നിട്ട് അവൾക്കൊപ്പം ജീവിക്കുമേ. ഉപദേശമൊന്നും എനിക്ക് വേണ്ട. എടുത്ത് രാമനെ വിളിച്ച് നമ്മുടെ പുഴയോരത്തെ വീടൊന്ന് റെഡിയാക്കി ഇടാൻ പറ. ഞാൻ മോളെ കൊണ്ട് അങ്ങോട്ട് പോവാം. അത് നല്ലതാ. മ്യൂസിക് ക്ലാസിന്റെ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും തനിച്ച് കുറച്ച് സമയം വേണം. ഒരുപക്ഷെ ഫിദയുടെ വേഷത്തിൽ നിന്ന് ശ്യാമയുടെ വേഷത്തിലേക്ക് മാറാൻ അത് പറ്റും. എന്നെ അവള് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം. അവൾ ആകെ തകർന്നു പോയിരിക്കേടത്തെ. എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ശരി, രാമനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ദൂരം ഒരുപാടുള്ളതല്ലേ. ശ്യാമ ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. ദൈവം കൂടെ ഉണ്ടാവും. ശരി. മോളിറങ്ങി പുറകെ കയറ്. നമ്മള് ഒരു സ്ഥലം വരെ പോവാ. എങ്ങോട്ട്? നമുക്ക് രണ്ടുപേർക്കും സമാധാനം കിട്ടുന്നൊരു സ്ഥലം. മോളിറങ്ങ, വാ. ഐശ്വര്യ, 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 ആർ യു ഓക്കെ? നിങ്ങളാര്? ഞാൻ ഡോക്ടറാണ്. നല്ല മീനുണ്ടേ വീട്ടിൽ കൊടുത്തേക്ക് വറുക്കാൻ പറ്റിയത്. ഐശ്വര്യ, ഓ എനിക്ക് തെറ്റിപ്പോയല്ലോ. താൻ പേപ്പർ എടുക്കാൻ വന്ന ആളല്ലേ? അവിടെ വീടിന്റെ പിൻഭാഗത്തുണ്ട്, ചെന്നെടുത്തോ. ഐശ്വര്യ മാഡം, ഞാൻ മാലിനിയാണ്. മാലിനിയോ? അതെ, ഹരിതകർമ്മസേനയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നതല്ലേ? അതൊക്കെ എന്റെ ജോലിക്കാരോട് സംസാരിച്ചാ മതി. അതൊന്നും എനിക്കറിയാം. ഓ, അറിയത്തില്ല. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ? ചിലപ്പോ പെട്ടെന്ന് അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റതിൻ്റെതാവാം. തലയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു.
ഒരു മനോവിഭ്രാന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ചാൻസ് തള്ളിക്കളയാനും പറ്റില്ല. ഇനി ഉണരുമ്പോ ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ വേണ്ടിവരും. ഇന്റേണലി ബ്രെയിനിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് നോക്കാം. മാലിനി, തനിക്ക് എന്താ തോന്നുന്നത്? അവസ്ഥ കുഴപ്പമാ. ഡോക്ടർ പറഞ്ഞ പോലെ ഇനി ഉണരുമ്പോ കുഴപ്പമില്ലായിരിക്കും. കുഴപ്പമാണെങ്കിലോ? ഉഫ്, എന്താ പറയാ, മാഡത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ആലോചിക്കാനേ എനിക്ക് വയ്യ. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? കുറെ ശാപമുണ്ട്. ചിലപ്പോ അതെല്ലാം കൂടി ആയിരിക്കും. പാവം തന്നെ. മുത്തശ്ശിയോട് രാധി ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മുത്തശ്ശി അത് ചെയ്യില്ല. പക്ഷെ അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നേ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാനാണെന്ന് പറയുന്നവരെ ഇഷ്ടം പോലെ ഉണ്ട്. നീ ആരാണെന്ന് തെളിച്ചു പറയണം. ഞാൻ വരുണ, കണിമംഗലത്തെ. ഓ, എന്താ വിളിച്ചേ? രാധിക എവിടെ? ആ, എന്തിനാ? എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ആ, അവൾക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാ ഫോൺ എന്നെ ഏൽപ്പിച്ചത്. മുത്തച്ഛി വെറുതെ പറയാ, അയാൾ അങ്ങനൊന്നും പറയില്ല. എടാ, ഫോൺ എന്നെ ഏൽപ്പിച്ചു. കണിമംഗലത്ത് നിന്നും വരുൺ വിളിക്കുകയാണെങ്കിൽ മുത്തശ്ശി സംസാരിച്ചാൽ മതി, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. ആ, നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യ്, അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല. ജീവിതം ഒരു കളിയല്ല മോനെ. നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്. നീ മര്യാദ ഉള്ളവനാണെങ്കിലേ അവളെ സ്നേഹിക്കണം. എന്നിട്ട് അവൾക്കൊപ്പം ജീവിക്കുന്നേ. ഉപദേശമൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് അവൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞില്ലേ? എടാ ചെക്ക, നീ ആരോടാ കൽപ്പിക്കുന്നേ? ഈ സുകുമാരിയോടോ?